നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ പോഷക സംഘടനയെ പോലെ പ്രവർത്തിച്ച AKG സെന്ററിൽ ചെന്ന് ഒപ്പുവെക്കുന്ന വെറും 4-ാം കിട പണിയെടുത്ത PSC-യിലെ ഏമാന്മാർക്ക് തലയ്ക്ക് മുകളിൽ വെള്ളിടി വെട്ടുന്നു. PSC-യെ CPM തൊഴുത്തിൽ കെട്ടി അവിടുന്ന് നക്കാപ്പിച്ച വാങ്ങി നക്കിയവനൊക്കെ കുടുങ്ങും. കഴിഞ്ഞ 10 വർഷക്കാലം ക്രമക്കേടിന്റെ കൂത്തരങ്ങായി മാറി PSC. ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചത്ത് കുത്തിയവരെ ഒക്കെ പൂട്ടാൻ ഗവർണർ നേരിട്ടിറങ്ങിയിരിക്കുന്നു. ഇത് വെറും രാഷ്ട്രീയ കളി അല്ലെങ്കിൽ PSC-യിൽ പൊളിച്ചെഴുത്തിനാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ കമ്മികൾക്ക് കുഴലൂതിയ PSC-യിലെ ചെയർമാൻ അടക്കം ഉന്നത ഏമാന്മാരൊക്കെ അഴിയണ്ണും. തട്ടിപ്പ് ഫയൽ ഗവർണർ രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് എത്തിക്കാനാണ് ഒരുങ്ങുന്നത്. അധികാരം പോയത് കമ്മികളുടെ കാലക്കേടിന് തന്നെയാണ്. ഇത് ജോലിക്ക് വേണ്ടി നടു റോഡിൽ ശയന പ്രദക്ഷിണം ചെയ്ത മണ്ണ് വാരി തിന്ന ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിന്റെ ഫലമാണ്. കമ്മികളെ ഒക്കെ തിരികെ കയറ്റാനായിരുന്നു PSC പല പരീക്ഷകളും നടത്തിയത്. ഉദ്യോഗാർത്ഥികളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ചെയ്തത്. ആ ക്രമക്കേടിന്റെ മുഴുവൻ വിവരങ്ങളുമാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. പരീക്ഷാ തട്ടിപ്പിലും റാങ്ക് പട്ടിക നിർണയത്തിലും തിരിമറി നടത്തി വിശ്വാസ്യത തകർത്ത പബ്ലിക് സർവീസ് കമ്മീഷനെതിരെ കേന്ദ്ര ഇടപെടൽ തേടാൻ ലോക് ഭവൻ ഒരുങ്ങുന്നത്. കമ്മീഷനിൽ നടന്നിട്ടുള്ള അനധികൃത നിയമനങ്ങളെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഗവർണർ അടിയന്തരമായി ചോദിച്ചു വാങ്ങും. ഭരണസമിതിയിലെ പ്രമുഖരിലേക്ക് അന്വേഷണത്തിന്റെ നിഴൽ നീളുന്നതാണ് ലോക് ഭവന്റെ ദ്രുതഗതിയിലുള്ള ഈ നീക്കത്തിന് കാരണം. നേരത്തെ സാജു ജോർജ് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ലോക് ഭവനിൽ നേരിട്ടെത്തി കേസിന്റെ നിലവിലെ പുരോഗതി ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. ഉന്നതതല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എത്തിയതെന്നും അടുത്ത നടപടികൾ എന്തൊക്കെയാണെന്നും ഗവർണർ പോലീസിനോട് വിശദമായി ചോദിച്ചറിഞ്ഞു. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSC-യെ സ്ഥാനത്ത് നിന്ന് നീക്കാനോ പിരിച്ചുവിടാനോ സംസ്ഥാന സർക്കാരിനോ ഗവർണർക്കോ വിവേചന അധികാരമില്ല. ഈ വിഷയത്തിൽ നിയമപരമായി അന്തിമ തീരുമാനം എടുക്കേണ്ട പൂർണ്ണ അധികാരം രാജ്യത്തിന്റെ രാഷ്ട്രപതിയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തതായി തെളിഞ്ഞാൽ രാഷ്ട്രപതി കമ്മീഷനെതിരായ ആരോപണങ്ങൾ രാജ്യത്തെ ഉന്നത നീതിപീഠത്തിന്റെ പരിശോധനയ്ക്ക് വിടും. സുപ്രീം കോടതി നടത്തുന്ന സമഗ്ര അന്വേഷണത്തിന് ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഉന്നത നീതിപീഠത്തിന്റെ അന്വേഷണത്തിൽ ക്രമക്കേട് തെളിയുകയും പുറത്താക്കാൻ ശുപാർശ വരികയും ചെയ്താൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഇവരെ സ്ഥാനത്ത് നിന്ന് നീക്കാനാകൂ. അതിനിടയിലെ ഇടക്കാല നടപടികൾക്ക് ലോക് ഭവന് ഭരണഘടനാപരമായ പ്രത്യേക അധികാരങ്ങൾ കൈവശമുണ്ട്. കേസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെയോ തുടർന്നുള്ള നിയമ നടപടികൾ നടക്കുമ്പോഴോ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ ഗവർണർക്ക് പൂർണ്ണ നിയമപരമായ അധികാരമുണ്ട്. ഈ പ്രത്യേക പവർ പ്രയോജനപ്പെടുത്താനാണ് നിലവിൽ ലോക് ഭവൻ ഗൗരവമായി ആലോചിക്കുന്നത്. ക്രമക്കേടുകളിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നിയമവിരുദ്ധ നിയമനങ്ങൾക്കായി ഉദ്യോഗസ്ഥർ വൻ ഗൂഢാലോചന നടത്തി എന്ന കണ്ടെത്തലിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അർഹതയില്ലാത്തവർക്കായി തസ്തികകൾ തിരിമറി ചെയ്ത് കേസിന്റെ വ്യാപ്തിയും ഗൗരവവും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വഞ്ചന നടത്തുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതികൾക്ക് കഠിന തടവും ലഭിച്ചേക്കാം. താഴെ തട്ടിലുള്ള ജീവനക്കാരെ കൂടാതെ അഭിമുഖ ബോർഡിലുണ്ടായിരുന്ന PSC ചെയർമാനും 2 അംഗങ്ങളും കേസിൽപ്പെടാൻ വലിയ സാധ്യതയാണുള്ളത്. നിയമനങ്ങളുടെ ആകെ മേൽനോട്ട ചുമതലയുള്ളതിനാൽ കമ്മീഷന്റെ തലവനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ട്. അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ച് ചെയർമാനെയും അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ലോക് ഭവൻ ഉടൻ സസ്പെൻഷൻ ഉത്തരവിറക്കും. ഈ വൻ അഴിമതിയുടെ ഭാരം കേവലം താഴെ തട്ടിലുള്ള ജീവനക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് ലോക് ഭവൻ കരുതുന്നു. ബോർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും ഇതിൽ കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഗവർണറുടെ ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത നടപടികൾക്ക് പകരം കമ്മീഷനെ ഒന്നാകെ സസ്പെൻഡ് ചെയ്യുന്ന കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. സംഭവം സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയതോടെ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ MR ബൈജുവിന് പോലീസ് വൻ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളും അക്രമ സാധ്യതകളും ഉണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ചെയർമാന്റെ ജീവന് ഭീഷണി ഉള്ളതിനാലാണ് പോലീസ് കാവൽ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഇദ്ദേഹത്തിന്റെ യാത്രകളിൽ പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ സുരക്ഷയ്ക്കായി ഒപ്പമുണ്ടാകും. കൂടാതെ തിരുവനന്തപുരത്തുള്ള PSC ആസ്ഥാനത്തെ ഓഫീസിന് മുന്നിലും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടെ കേസിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാകും.
PSC പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള പരാതികളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ PSC സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വിശദീകരണമൊക്കെ തേടിയിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു PSC സെക്രട്ടറി സാജു ജോർജ് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടത്. എന്നാൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയതല്ലെന്നും സ്വമേധയാ വിശദീകരണം നൽകിയതാണ് എന്നുമായിരുന്നു ലോക് ഭവൻ പിന്നീട് വിശദീകരിച്ചത്. പരീക്ഷാ ക്രമക്കേട് പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഗവർണർ സെക്രട്ടറിയോട് ചോദിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും PSC സഹകരിക്കുന്നുണ്ടെന്നും സെക്രട്ടറി വിശദീകരിച്ചിരുന്നു. പരീക്ഷകളെക്കുറിച്ചുള്ള പരാതികൾ PSC ആഭ്യന്തര ഇന്റലിജൻസ് അന്വേഷിച്ച് നടപടിയെടുക്കാറുണ്ട് എന്നൊക്കെ സെക്രട്ടറി അങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രമക്കേടുകളുടെ പേരിൽ ജാർഖണ്ഡിലും കർണാടകയിലും PSC ചെയർമാൻമാരുടെ കസേര തെറിച്ചിരുന്നു. ഇതേ മാതൃകയിൽ കേരളത്തിലും നടപടിയെടുക്കാൻ ഉദ്ദേശിച്ച് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. PSC ക്രമക്കേടുകളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി സുപ്രീം കോടതിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ലോക് ഭവൻ തേടുന്നത്. സംസ്കൃത സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് നടപടി വൈകിയപ്പോൾ DGPയെ ഗവർണർ വിളിച്ചു വരുത്തിയത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇതിനെ വിമർശിച്ചിരുന്നു. അതായത് പോലീസ് ഉന്നതരെയൊന്നും ലോക് ഭവനിലേക്ക് വിളിപ്പിക്കരുത് എന്നായിരുന്നു VD സതീശൻ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഗവർണർ PSC വിഷയത്തിൽ ശക്തമായ ഇടപെടലാണ് നടത്താൻ ഇറങ്ങിയിരിക്കുന്നത്. PSCയിൽ ഗവർണറും സംസ്ഥാന സർക്കാരും പിടിമുറുക്കിയപ്പോൾ പൊള്ളി ചാടി ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരിട്ടായിരുന്നു. പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തതിന് പിന്നാലെ PSC അംഗങ്ങളെ സംരക്ഷിക്കാൻ CPM അങ്ങ് വട്ടം കൂടുകയായിരുന്നു. PSCയെ ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതും പിണറായി വിജയനായിരുന്നു. ഇതുകൂടാതെ PSCയെ അങ്ങ് സൈബർ ഇടത്തിലും ന്യായീകരിക്കണമെന്ന് സഖാക്കൾക്ക് പാർട്ടി നിർദ്ദേശവും കൊടുത്തിരുന്നു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് PSC തന്നെ ഫലപ്രദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും PSCയുടെ കാര്യക്ഷമത തകർക്കാൻ നീക്കം നടക്കുകയാണ് എന്നൊക്കെയായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. നിലവിൽ ചെയർമാൻ അടക്കം PSCയിലെ അംഗങ്ങളെല്ലാം കഴിഞ്ഞ LDF സർക്കാർ നിയമിച്ചവരാണ്. അന്വേഷണം ചെയർമാനിലേക്കും അംഗങ്ങളിലേക്കും എത്തിയപ്പോഴാണ് LDFന് ക്ഷീണമുണ്ടായത്, പൊള്ളിയത്. അതുകൊണ്ടാണ് ചാടി അങ്ങ് പുറത്തേക്കിറങ്ങിയത്. നിയമനം പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനമായിരുന്നു PSCക്കും കഴിഞ്ഞ സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. പിണറായി വിജയൻ പറഞ്ഞത് PSCയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ക്രമക്കേടുകളെക്കുറിച്ച് PSC തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. അതായത് ഈ ഉദ്യോഗസ്ഥർ, അതായത് PSCയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് കുരുക്കിൽ ക്രമക്കേടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ പിന്നെ PSCയിൽ ഉള്ളവർ തന്നെ PSCയിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ എങ്ങനെയിരിക്കും പ്രതിപക്ഷ നേതാവേ? PSC പിണറായിക്ക് വേണ്ടിയും CPMന് വേണ്ടിയും പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടത്. ചെറിയ ക്രമക്കേടുകളൊന്നുമല്ല, വൻ ക്രമക്കേടുകളാണ് PSCയിൽ നടന്നിരിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ജയമോഹന്റെയും CPM നേതാവ് K വരദരാജന്റെയും മക്കൾ പരീക്ഷ എഴുതിയെങ്കിലും ഇരുവരും റാങ്ക് പട്ടികയിൽ മുന്നിലെത്താത്തത് പരീക്ഷ നിഷ്പക്ഷമായി നടന്നു എന്നതിന്റെ തെളിവാണ് എന്ന് ഈ CPMകാർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. PSC നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളാണ്. എന്തുകൊണ്ട് 10 ചോദ്യങ്ങൾ ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്തി എന്നതിന്റെ ഉത്തരം തേടി ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുമ്പോൾ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ 1ാം റാങ്കുകാരൻ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ എഴുതിയിരുന്നില്ല. തുടർന്നാണ് റാങ്ക് പട്ടികയിൽ പോലും ഇടം ലഭിക്കാത്ത വിധം പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ അരുൺ എന്നയാൾ 1ാം റാങ്ക് ലഭിച്ച് കയറി കൂടിയത്. ഇദ്ദേഹം ഉത്തരം എഴുതാതിരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നു. മറ്റുദ്യോഗാർത്ഥികൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയെങ്കിലും അവ പരിഗണിച്ചില്ല. മൂല്യനിർണ്ണയം ശരിയായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ റാങ്ക് പട്ടികയിൽ പോലും ഈ അരുൺ എന്ന് പറയുന്ന ആൾക്ക് ഇടം ലഭിക്കുമായിരുന്നില്ല എന്ന് SIT തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അയാൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു 10 ചോദ്യം PSC അങ്ങ് വെട്ടിക്കളഞ്ഞുവെന്ന്. ഇടതു സംഘടനാ പ്രവർത്തകനായ അരുണിന് മാത്രം പ്രയോജനം ലഭിക്കും വിധം ആസൂത്രിതമായ ക്രമക്കേട് നടന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. 3ാം വട്ടവും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന അമിത വിശ്വാസത്തിൽ കഴിഞ്ഞ 5 വർഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്നത് സമാന്തര റാങ്ക് കച്ചവടമാണെന്ന സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. PSC അംഗങ്ങളും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഭരണാനുകൂല സംഘടനാ നേതാക്കളും ചേർന്ന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി നടത്തിയ വഴിവിട്ട ഇടപാടുകളാണ്
പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളും അട്ടിമറികളും പുറത്തു കൊണ്ടുവരാൻ കടുത്ത അന്വേഷണത്തിലാണ് പുതിയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതോടെ PSC ആസ്ഥാനത്തെ ഇടതു കോട്ടകളിലെ ഉന്നതർക്ക് നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൂടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള റാങ്ക് പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വന്നതോടെയാണ് PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ ഒട്ടേറെ പ്രധാന പരീക്ഷകളും അഭിമുഖങ്ങളും ഇതോടെ സംശയ നിഴലിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP തുടങ്ങിയ മുൻനിര റാങ്ക് പട്ടികകൾക്കെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ. ഉയർന്ന എല്ലാ പരാതികളും മുൻപൊക്കെ പുച്ഛിച്ചു തള്ളാറുള്ള PSCക്ക് ഇത്തവണ തെളിവുകൾ സഹിതം പുറത്തു വന്നതോടെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലാതെ മറ്റു വഴികളില്ലാതെയായി. ഇതിന് പുറമെയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണവും കൂടി പ്രഖ്യാപിച്ചത്. അതിന്റെ കൂട്ടത്തിൽ വെള്ളിടി വെട്ടുന്നത് പോലെ ഗവർണറും നേരിട്ടങ്ങിറങ്ങി. കേരളത്തിലെ സിവിൽ സർവീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KAS പട്ടികയിലും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പട്ടികയിലും കൂട്ടത്തോടെ LDF പ്രവർത്തകരും അനുഭാവികളും കയറി കൂടുന്നതിൽ നേരത്തെ തന്നെ വലിയ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അർഹരായ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളവർ റാങ്ക് പട്ടികയുടെ മുൻനിരയിൽ ഇടം പിടിച്ചത്. അന്ന് പ്രതിപക്ഷ സംഘടനകൾ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നുവെങ്കിലും അധികാര ഹുങ്കിൽ അന്നത്തെ സർക്കാരോ PSC നേതൃത്വമോ ഇത് കണ്ട ഭാവം നടിച്ചില്ല. എന്നാൽ ഭരണം മാറിയപ്പോൾ ഈ തസ്തികകളിലെ നിയമനങ്ങളെക്കുറിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു. അന്വേഷണവുമായി മുന്നോട്ടും പോയി. PSC ചട്ടപ്രകാരം അഭിമുഖം പൂർത്തിയാകാതെ ഒരു പരീക്ഷയുടെയും മാർക്കുകൾ പുറത്തുവിടാനോ ആർക്കും കൈമാറാനോ പാടില്ല എന്നാണ് കർശന നിയമം. എന്നാൽ ഇടതു ഭരണകാലത്ത് ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് രാഷ്ട്രീയക്കാരായ PSC അംഗങ്ങൾ പരീക്ഷാ മാർക്കുകൾ മുൻകൂട്ടി കൈവശപ്പെടുത്തുന്നത് പതിവാക്കിയിരുന്നു. തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രേഖാമൂലമുള്ള പരീക്ഷയിൽ എത്ര മാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അവരെ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിക്കാൻ അഭിമുഖ പരീക്ഷയിൽ വാരിക്കോരി മാർക്ക് നൽകുന്ന തന്ത്രമായിരുന്നു ഇവർ പയറ്റിയത്. യോഗ്യതയുള്ളവർ അഭിമുഖത്തിൽ മാർക്ക് കുറഞ്ഞ് പുറത്തുപോയപ്പോൾ നേതാക്കളുടെ സ്വന്തക്കാർ സിവിൽ സർവീസിന്റെ അമരത്തേക്ക് കയറിപ്പറ്റുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ PSCയുടെ സ്വതന്ത്ര സ്വഭാവത്തെ എത്രത്തോളം തകർത്തു എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ ഈ വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ PSCയുടെ അമരത്ത് കയറിയിരിക്കുന്ന ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അടപടലം അകത്തേക്ക് വീഴും, അഴിയുണ്ട്.